ഹലോ ചേട്ടാ എനിക്ക് ഈ അഡ്രസ്സ് ഒന്ന് പറഞ്ഞുതരോ? ഈ അഡ്രസ് അല്ലേ? അഡ്രസ് ഇത് നേരെ പോയിട്ട് അവിടുന്ന് ഇടത്തോട്ട് പോകില്ലേ? ഇടത്തോട്ട് പോയി ഒരു ജംഗ്ഷൻ കാണും. അവിടുന്ന് വലത്തോട്ട് പോയി അഡ്രസ്. ഓക്കെ ഓക്കെ ശരി ചേട്ടാ, താങ്ക് യു. നമ്പർ 5000 ഡെബിറ്റഡ് ഫ്രം യുവർ. 5000 പോയാ? അത് ഞാനൊന്ന് ഷോപ്പൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ 5000 രൂപ പോയത്. എൻ്റെ അക്കൗണ്ടിൽ നിന്നും എങ്ങനെയാണ് 5000 രൂപ പോയതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിന്റെ പേരാണ് ടാപ്പ് ആൻഡ് പേ സ്കാം. ഇത് ഇന്ത്യയിൽ മാത്രം നടക്കുന്ന കാര്യമല്ല, ലോകത്തെമ്പാടും ആഗോളതലത്തിൽ നടക്കുന്ന ഒരു തട്ടിപ്പാണ്. എന്താണ് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബിസി ആയിട്ടുള്ള ഒരു ഷോപ്പിംഗ് മാളിലോ ഒരു സ്ട്രീറ്റിലോ നടക്കുന്ന സമയത്ത് ഇതുപോലെ ആരെങ്കിലും നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യാനായിട്ട് വരും. ഈ സമയത്ത് ഒരു POS മെഷീൻ ഉപയോഗിച്ച് മറ്റൊരാൾ വന്ന് നമ്മുടെ പോക്കറ്റിലുള്ള വാലറ്റ് ടാപ്പ് ചെയ്യും. വൺസ് ഇത് ടാപ്പായി കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ ഏറ്റവും കൂടിയ തുക എത്രയാണോ ഉള്ളത് അത് നമ്മുടെ അക്കൗണ്ടിൽ നിന്നും അവരുടെ കയ്യിലോട്ട് പോകും. എങ്ങനെയാണ് ഈ ഒരു തട്ടിപ്പിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പറ്റുന്നത്? ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ടാപ്പ് ആൻഡ് പേ കാർഡിൽ എപ്പോഴും വളരെ കുറഞ്ഞ തുക മാത്രം സൂക്ഷിക്കുക, ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ വാലറ്റ് എപ്പോഴും ഫ്രണ്ട് പോക്കറ്റിൽ മാത്രം സൂക്ഷിക്കുക. പിന്നിലെ പോക്കറ്റിൽ വെക്കുകയാണെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കും. മറ്റൊരു കാര്യം, RFID ഉള്ള വാലറ്റ് വാങ്ങാൻ ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു വാലറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ടാപ്പ് ആൻഡ് പേ ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാകില്ല. ഇത്തരത്തിലുള്ള വാലറ്റ് വാങ്ങുകയാണെങ്കിൽ ടാപ്പ് ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാൻ ഈ വാലറ്റ് സഹായിക്കും. സോ പ്ലീസ് ബി അവെയർ. ഇപ്പോൾ തന്നെ ഈ വിവരങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും അയച്ചു കൊടുക്കുക. നിങ്ങൾ ബോസ്വാല മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Bosswala. Be the boss.